Now we are going to see the well-formed formula, that is WFF. The propositional logic uses symbolic language to represent the logical structure. Like any language, this symbolic language has rules of syntax, grammatical rules for putting symbols together in the right way. Any expression that obeys the syntactic rules of propositional logic is called a well-formed formula or WFF. അപ്പോൾ നമുക്ക് അറിയാം എന്താ ഒരു പ്രൊപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്നത് സിംബോളിക് ലാംഗ്വേജസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് സിമ്പിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ സിംബോളിക് ലാംഗ്വേജ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊരു ലാംഗ്വേജിനെയും പോലെ ഇതിനും എന്തുണ്ട്, ഒരു സിൻടാക്സ് ഉണ്ട്, ഒരു സെമാൻറ്റിക്സ് ഉണ്ടായിരിക്കും, ഒക്കെ ഒരു ഗ്രാമാറ്റിക്കൽ റൂൾസ് ഉണ്ടായിരിക്കും ടു പുട്ട് ദിസ് സിമ്പിൾസ് ടുഗദർ ഇൻ ദ റൈറ്റ് വേ. അപ്പോൾ സിൻടാക്റ്റിക് റൂൾസ് ഒബേ ചെയ്യുന്ന എക്സ്പ്രഷൻസ്, അതാണ് ഒരു വെൽ ഫോംഡ് ഫോർമുല എന്ന് പറയുന്നത്. അത് വെൽ ഫോംഡ് ആയിരിക്കും. ഓക്കെ, അതാണ് വെൽ ഫോംഡ് ഫോർമുല. എനി എക്സ്പ്രഷൻ ദാറ്റ് ഒബേസ് ദി സിൻടാക്റ്റിക് റൂൾസ് ഓഫ് പ്രൊപ്പോസിഷണൽ ലോജിക്. ഒരു പ്രൊപ്പോസിഷണൽ ലോജിക്കിൽ സിൻടാക്റ്റിക് റൂൾസ് ഒബേ ചെയ്യുന്ന എക്സ്പ്രഷൻസ് ഏതൊക്കെയാണോ അതാണ് ഒരു വെൽ ഫോംഡ് ഫോർമുല എന്ന് പറയുന്നത്. സോ the rules for well-formed formulae: a statement variable standing alone, or we can say atomic, is a well-formed formula. And the second one is a valid string with statement variable, connective and parenthesis is a well-formed formula. And if P and Q be two well-formed formulae, then P and Q, P or Q, negation P implies Q, etc. are well-formed formula. Any two well-formed formulas can be put together with dot, or, and, etc. between them, enclosing the result in parenthesis. അപ്പോൾ ഒരു വെൽ ഫോംഡ് ഫോർമുല എന്ന് പറയുമ്പോൾ എന്താ, സിൻടാക്റ്റിക് റൂൾസ് ഫോളോ ചെയ്യണം. അപ്പോൾ അതിന് സർട്ടൻ റൂൾസ് ഉണ്ട്. ഏതൊക്കെയാണ് റൂൾസ് എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ഇപ്പോൾ അറ്റോമിക് ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, അറ്റോമിക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. അറ്റോമിക് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് P, Q ഇതുപോലെ സിംഗിൾ ആയിട്ട് വരുന്ന സിമ്പിൾസാണ് നമ്മളെന്ത് അറ്റോമിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേരിയബിൾ സ്റ്റാൻഡിങ് അലോൺ, അപ്പോൾ അത്തരത്തിലുള്ള എന്തുതന്നെയാണ് ഒരു വെൽ ഫോംഡ് ഫോർമുലയിൽ പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കൊരു കണക്റ്റീവ് യൂസ് ചെയ്തുകൊണ്ട്, ഒരു വേരിയബിൾ യൂസ് ചെയ്ത് നമുക്ക്, അല്ലെങ്കിൽ പരാന്തസിസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും നമുക്ക് എന്ത് പറയാം, ഒരു വെൽ ഫോംഡ് ഫോർമുല എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇപ്പോൾ P, Q ഇത് രണ്ടും ഒരു വെൽ ഫോംഡ് ഫോർമുലയാണെങ്കിൽ P and Q, P or Q, നെഗേഷൻ P ഇതുപോലുള്ള കണക്റ്റീവ്സ് യൂസ് ചെയ്ത് ചെയ്യുന്ന എല്ലാ സീക്വൻസ് ഓഫ് സ്ട്രിങ്സും, ഓക്കെ, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വി ക്യാൻ സേ ഇൻ അതർ വേ, അതും എന്ത് തന്നെയാണ്, ഒരു വെൽ ഫോംഡ് ഫോർമുല ആണ്. ഓക്കെ, ഇത് തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഇനി ടു വെൽ ഫോംഡ് ഫോർമുലസ് ക്യാൻ ബി പുട്ട് ടുഗദർ ഇൻ ഡോട്ട്, ഓർ, ആൻഡ്, എക്സെട്ര, ദെൻ എൻക്ലോസിങ് ദ റിസൾട്ട് ഇൻ പാരാന്തസിസ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് നമുക്കൊരു പാരാന്തസിസ് യൂസ് ചെയ്തുകൊണ്ട്, ആ പാരാന്തസിസ് എന്ന് പറയുന്നത് ബ്രാക്കറ്റ്സ് ആണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പാരാന്തസിസ് നമുക്ക് കറക്റ്റായിട്ട് റൈറ്റായിട്ട് അലൈൻ ചെയ്തിരിക്കണം. ഒരു ലെഫ്റ്റ് പാരാന്തസിസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു റൈറ്റ് പാരാന്തസിസ്, ഒരു ക്ലോസിങ് പാരാന്തസിസും ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ തന്നെ ഒരു വെൽ ഫോംഡ് ആയിരിക്കണം നമ്മുടെ ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള റൂൾസ് ഫോളോ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്ത്, ഒരു വെൽ ഫോംഡ് ഫോർമുല എന്ന് പറയുന്നത്. For example, negation of P and Q, negation of P or Q. P implies Q or R, or P implies Q implies R. But ഇതെല്ലാം എന്ത് തന്നെയാണ്, these are all the examples of well-formed formulae because we have arranged in the right way. ഓക്കെ, അപ്പോൾ ഓരോന്ന് ഇപ്പോൾ നമ്മുടെ എന്താ, ഇപ്പോൾ നെഗേഷൻ ഓഫ് P and Q എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പാരാന്തസിസ്, ലെഫ്റ്റ് പാരാന്തസിസ് അല്ലെങ്കിൽ ഒരു ക്ലോസിങ് പാരാന്തസിസ് ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള എവിടെയാണ് നമുക്കൊരു ഓപ്പണിംഗ് പാരാന്തസിസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ക്ലോസിങ് പാരാന്തസിസും
ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കത് എപ്പോഴും അത് അലൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എപ്പോഴും നെഗേഷൻ എന്ന് പറയുന്നത് ഏതൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും മുന്നിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതെല്ലാം നമ്മൾ ഫോളോ ചെയ്തിരിക്കണം ഓരോ വെൽ ഫോംഡ് ഫോർമുലയിലും. Let's see those who are not a well-formed formula. Okay, P and Q. Here, not matching parenthesis. Here we have a left parenthesis, but the closing parenthesis is missing in the first case. And let us see the second one. Here, P implies Q, implies and R. So, and R is not a well-formed formula. We are expecting a statement before that, right? So, we can use this connective in between the statements. So here the left statement is missing. So this is not also a well-formed formula. Next one, negation P and Q. This is also not a well-formed formula because there should be a left and right parenthesis. Next, P negation. That is also not a well-formed formula because this negation should be before the statement. Right? How we write it? We write it like this. Negation P. This is the right one. We should not write like this. Okay, this is the wrong expression. So we can say this is a well-formed formula. And this is not a well-formed formula. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? അതൊരു വെൽ ഫോംഡ് ഫോർമുലയാണോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇഫ് ഇറ്റ് ഈസ് ഫോളോയിങ് certain rules that we have already discussed in the last slide. Okay, so these are not the well formed formulae. In the first case, the parenthesis is not matching, and the second case, there is a variable is missing in that case, and third case, we have to arrange it in the parenthesis. And next one, parenthesis we have arranged on the right side, and it should be before the variable. Okay, so that's all about the well formed formulae. Thank you.